മൂന്നാറിലെ ഫസ്റ്റ് ഡേ ആട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇന്നാണ് നമ്മൾ മൂന്നാർ ശരിക്കും കാണാനായിട്ട് പോകുന്നത്, ഓരോ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ ആദ്യം ഇപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അതിനൊരു ഹോട്ടലൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ അതേ ഈ ഹോട്ടലിലാട്ടോ ഞങ്ങൾ കയറുന്നത്. അപ്പോൾ ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ അങ്ങ് കയറി. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് ഇഡലിയാണ്. ഇഡലി, ചമ്മന്തി, സാമ്പാർ ഇതൊക്കെ കൂട്ടി അങ്ങ് കഴിക്കുകയാണ്. നമ്മളിപ്പോൾ ഇഡലിയുടെ കൂടെ ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഉഴുന്നുവട, പിന്നെ പൂരി മസാല, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇപ്പോൾ രാവിലെ ഇതെല്ലാം കഴിച്ചിട്ടാട്ടോ നമ്മളുടെ പരിപാടികളെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ അതേ നമ്മളുടെ റൂമിലേക്ക് നമ്മൾ തിരിച്ചെത്തുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഫ്രഷായിട്ട് നമ്മൾ സ്ഥലമൊക്കെ കാണാനായിട്ട് ഇറങ്ങും. 2018 ജൂലൈയിലായിരുന്നു കേട്ടോ ഈ ശിക്ഷക് സദൻ്റെ ഇനോഗ്രേഷൻ. നമ്മളുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് സാറാണിത് ഇനോഗ്രേറ്റ് ചെയ്തത്. ശിക്ഷക് സദനിലേക്ക് വരുന്നവർക്ക് ഈ ഒരു ബ്രോഷർ അവിടെ നിന്ന് കിട്ടും കേട്ടോ. അതായത് മൂന്നാറിൽ നമുക്ക് കാണേണ്ട സ്ഥലങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റാണ്. അപ്പോൾ പല ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലത്ത് ചെല്ലാം, അവിടെ എന്തൊക്കെ കാണാനുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഈ ലിസ്റ്റിൽ കൊടുത്തേക്കുന്നത്. ഈ ശിക്ഷക് സദൻ്റെ എൻട്രൻസ് കുറച്ച് സ്റ്റീപ്പാണ്, കുറച്ച് കയറ്റമാണ്. അപ്പോൾ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നവരൊന്ന് സൂക്ഷിച്ച് വേണം അതിൽ കൂടെ വണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുവാണ്. അപ്പോൾ ഇനി എവിടേക്കാണ് എന്താണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി വണ്ടിയിലിരുന്ന് വേണം എവിടെ പോകണം എന്നുള്ളത് പ്ലാൻ ചെയ്യാനായിട്ട്. ഞാൻ പറയാം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് വട്ടവട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. വട്ടവടയിൽ ചെന്നൊന്ന് കറങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കൂടെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കി യാത്ര ചെയ്യുന്നത്. ഭക്ഷണം കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടിലായിരിക്കും അടുത്ത് നിർത്തുന്നത്. എന്റെ വണ്ടിയിൽ ഞാൻ ഇത്ര ആസ്വദിച്ചിരിക്കണം കേട്ടോ. ഡിൻസാറല്ലേ ഓടിക്കണേ? അല്ല, ഡിൻസാറ് ഓടിക്കുമ്പോ ഇതാണ് ഏറ്റവും സുഖമുള്ള സീറ്റ്, ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കാം, ഏറ്റവും സുരക്ഷിതമായിട്ടില്ല, കിടക്കും നമ്മള്, എല്ലാം കാണുകയും ചെയ്യാം, രണ്ടു തരം കാണാം. സഞ്ജയ് കുതിരൈ ഫോട്ടോ പോയിന്റ് ഫുൾ. നമുക്ക് ആദ്യം അവിടെ ഒതുക്കിയിട്ട് ഇങ്ങോട്ട് കിടന്ന് കയറി മതിയാ. ഹായ്. അപ്പോൾ ദേ ഇവിടെ നല്ല ബ്രെഡ് ഓംലേറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരെണ്ണം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു.
പിന്നെ ഈ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് അത് ശ്രദ്ധിച്ചത്. ആ ബ്രെഡ് ശരിക്കും പറഞ്ഞാൽ കേടായതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ പാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത് പൂത്തിരിപ്പുണ്ട്. പിന്നെ ഇത് ഈ ബ്രെഡ് വെച്ചേക്കുന്നത് കണ്ടോ, സൈഡിലൊക്കെ ഫംഗസ് വന്നിരിപ്പുണ്ട്. അപ്പോൾ പഴയ ബ്രെഡാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ അത് വാങ്ങിക്കുന്ന സമയത്ത് ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ മൂന്നാർ സൈഡിലേക്ക് പോകുമ്പോൾ ഈ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കഴിച്ചു നോക്കിയപ്പോഴും അങ്ങനെ എന്താ വേറെ ടേസ്റ്റായിട്ട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് പിന്നെ ആ സമയത്ത് അത് അറിഞ്ഞില്ല. പിന്നെ ഈ പുറത്തു നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത് എപ്പോഴും അങ്ങനെ സേഫ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, നോക്കട്ടെ. ഞാൻ ഇച്ചിരി എടുത്തില്ല.